ഞാനിന്ന് ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. ഇതിനകത്ത് ഒരു രസകരമായിട്ടൊരു സംഭവമുണ്ട്. ഒരു പുൽക്കൂടിനകത്ത് ഉണ്ണിയേശുവിനെയൊക്കെ കാണാം, ശ്രീകൃഷ്ണനെ കാണാം, വേറൊരാൾ കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞുതരാം ആരാണെന്ന്. അപ്പോൾ ഇതിന്റെ കുറെ കമന്റ്സ് ഉണ്ട്. ഈ കമന്റ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരെ കുറച്ച് ആൾക്കാർ കുറച്ച് ക്രിയേറ്റീവായിട്ട് അവർക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ കുറച്ച് കമന്റ് ഇട്ടുണ്ട്. കമന്റ് ഞാൻ വായിക്കാം. അത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് സീരിയസ് ആയിട്ടുള്ള കോണ്ടന്റ് ഒന്നും അല്ല. രസകരമായിട്ടൊരു സംഭവം കണ്ടപ്പോൾ അതെടുത്ത് ഒരു വീഡിയോ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ മുഖത്തൊന്നും ചിരി വരാത്ത എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കാണും. അവരൊന്നും ഈ വീഡിയോ കാണരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രസം ആ ഒരു സ്പിരിറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാൽ ചിലപ്പോൾ ഈ കമൻസ് ഒക്കെ വായിക്കാൻ നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു താല്പര്യം കാണും. ഞാൻ കമൻസ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം, നിങ്ങളത് വായിച്ചു നോക്കുക. പിന്നെ യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻസിന് മാത്രമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പൊതുവെ നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് ഭയങ്കര ഒരു വൈബുള്ള ഒരു മാസമാണ് ക്രിസ്മസ്. നമുക്ക് യേശു ക്രിസ്തു അത്ര അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ സ്വന്തം ആളുകൂടിയാണ്. അപ്പം ഓണം പോലെ ക്രിസ്മസും ആഘോഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുൽക്കൂട് കാണും, അതിനകത്ത് ഉണ്ണി യേശു കാണും, നമ്മുടെ വീട്ടിലേക്ക് കരോൾ വരാറുണ്ട്. അപ്പം അതൊരു രസമാണ്. ഇന്നും വന്നു കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ചെറിയ പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഈ കരോൾ സമയത്ത് പിള്ളേരൊക്കെ അവരുടേതായ രീതിയിൽ കുറച്ച് വേഷമൊക്കെ ഇട്ടിട്ട് നമ്മളെയൊക്കെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് കരോള്, നമ്മുടെ വീട്ടിൽ സ്റ്റാർ, കൊച്ചുകുട്ടികളുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്റ്റാർ കാണും. അങ്ങനെ നമ്മൾ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 10 ദിവസം അവധി കൂടി വരുന്നതാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ് ക്രിസ്മസ്. പിന്നെ നമ്മുടെ വീട്ടിലൊരു പ്ലം കേക്കൊക്കെ മേടിക്കാം, നമ്മുടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കൂട്ടുകാരെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുക. ഇങ്ങനെ ഒരു പരിപാടി. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അങ്ങനെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു പുൽക്കൂട്, ആ പുൽക്കൂടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണേശ്വരനെ കാണാം, ശ്രീകൃഷ്ണനെ കാണാം, പിന്നെ ഒരാൾ കൂടി ഉണ്ട്. ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമേ കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരാൾ കൂടിയുണ്ട്. അപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സ് ഒക്കെ നേരത്ത് ചില ആൾക്കാർ വളരെ ക്രിയേറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഗൗരവത്തോട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് വായിക്കുമ്പോൾ ചിലപ്പം ചളിയായിട്ട് തോന്നും. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രസമല്ലേ, ഇതൊക്കെ രസമല്ലേ എന്നുള്ള ഫീലിൽ നിങ്ങൾ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ചില കമൻറ്റ്സ് ഞാൻ വായിച്ചോട് വെച്ചാൽ, പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല, ഇച്ചിരി വേണ്ടതായി എന്ന് പറഞ്ഞ് ഇത് ഇപ്പോൾ ഒന്ന് കയറിയതാണ് എന്നുള്ള രീതിയിൽ പുൽക്കൂടിനകത്ത് കൃഷ്ണനെ കണ്ടു എന്നുള്ള രീതിയിൽ അവർ രസകരമായിട്ട് കമൻറ്റ് ഇടുകയാണ്. അയ്യെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തേക്കുക, ജസ്റ്റ് വായിച്ചോളൂ. അടുത്തൊരു ഓരോരോ കമൻറ്റ്സ് ഉണ്ട്. ഓരോരുത്തരുടെ ഒരു രസകരമല്ലേ, അവരുടെ ഒരു ടൈം അവരിട്ട് കമൻറ്റ് ഇട്ടാണ്. ആരും ദ്രോഹിക്കുന്ന രീതിയിലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് വായിച്ചിടാം. ലേ കൃഷ്ണൻ, ചേട്ടാ അയലത്തുകാർക്ക് ഒരു കൊച്ചു ജനിച്ചപ്പോൾ ഒന്ന് കാണാൻ പോയതാണ്. ഈ മീഡിയക്കാരെ അതും ഒരു വാർത്തയാക്കിയോ? ഈ മീഡിയക്കാരെ കൊണ്ട് തോറ്റു എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൃഷ്ണനും ക്രിയുണ്ട്, നിങ്ങളുടെ ക്രിസ്തുവിനും ക്രിയുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ശരാശരി ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലെ പുൽക്കൂട് എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ശരിയാണ് കേട്ടോ, ഒരു ശരാശരി ഹിന്ദുവിൻ്റെ വീട്ടിൽ ഒരു പുൽക്കൂട് കാണും, അതിനകത്ത് ചിലപ്പോൾ ഒരു കൃഷ്ണനെയും കാണാൻ വഴിയുണ്ട്. ജീസസ് ബ്രോ വിളിച്ചാൽ കൃഷ് എങ്ങനെ വരാതിരിക്കും, അവരും തിക് ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള രീതിയിൽ കമന്റ് ഉണ്ട്. ലേ കൃഷി ഇപ്പോൾ ചോദിക്കാമോ എന്ന് അറിയില്ല, പശുവിന് കൊടുക്കാൻ പുൽക്കൂട്ടിൽ നിന്നും കുറച്ച് പുല്ല് തരുമോ എന്നുള്ള രീതിയിൽ കമന്റ് ഉണ്ട്. ഇത് കൊള്ള നല്ല ചോദ്യം. ഒരിടത്തൊരു കാര്യം നടക്കുമ്പോൾ അറിഞ്ഞു പങ്കെടുക്കുക എന്നത് അതിന്റെ ഒരു ഇത് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഉണ്ട്. ലേ കൃഷ്ണൻ, ദാ ഈ കാണുന്ന പശുക്കൾ ഒക്കെ എന്റേതാണ് എന്നുള്ള രീതിയിൽ കമന്റ് ഉണ്ട്. ഉണ്ണീഷോ, ഫാമിലി സെറ്റപ്പ് ഒന്നും അത്ര ശരിയല്ല. ലേ കൃഷ്, ഹാവു സമാധാനമായി, ഞാൻ ജയിലിൽ നീ തൊഴുത്തിൽ എന്നുള്ള രീതിയിൽ കമന്റ് ഉണ്ട്. ലേ കൃഷ്ണൻ, ഞാൻ മാത്രമല്ല തൊട്ടപ്പുറത്ത് ശ്രീബുദ്ധനും കൂടി ഉണ്ട്, ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനകത്ത് ആ പുൽക്കൂടിനകത്ത് നോക്കി കഴിഞ്ഞാൽ സൈഡിൽ ഒരു ശ്രീബുദ്ധനും ഇരിപ്പുണ്ട്. കുഞ്ഞീശോ ഉറങ്ങിയില്ലെങ്കിൽ താരാട്ട് ഓടക്കുഴലിൽ വായിച്ച് ഉറക്കാൻ വേണ്ടി മേരി വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ കൊച്ചു വളരും വരെ ജെറുസലേം ഭാഗത്ത് ആടുമേച്ച് ഓടക്കുഴലും വായിച്ച് ഒക്കെ അങ്ങ് ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ കമന്റ് ഇടാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കമന്റ്സ് രസകരമാണ്. ഇതിന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ രസമല്ലേ, എല്ലാവരുടെയും ആഘോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കുക. കൊള്ളല്ലേ. നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പേജ് ഫോളോ